ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹംടെക് ഗ്രാഫിക്സ്. ഞാൻ വാട്സപ്പിൻ്റെ ഏതെങ്കിലും അപ്ഡേറ്റിനെ പറ്റിയൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ അതിനകത്ത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇത് വാട്സപ്പിൻ്റെ ബീറ്റാ വെർഷൻ യൂസ് ചെയ്യുന്നവർക്ക് ഈ ഒരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുള്ളൂ. നിങ്ങൾ വാട്സപ്പിൻ്റെ ബീറ്റാ വെർഷനാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു ഫീച്ചർ ലഭിച്ചിട്ടുണ്ടായിരിക്കും എന്നൊക്കെ ഞാൻ എപ്പോഴും മിക്ക വാട്സപ്പിൻ്റെ അപ്ഡേറ്റ് വീഡിയോസിലും പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പം സത്യത്തിൽ എന്താണ് ഈ ബീറ്റാ വെർഷൻ, അതുകൊണ്ടുള്ള ഗുണം എന്താണ്, അതുപോലെ ബീറ്റാ വെർഷൻ എങ്ങനെ ജോയിൻ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. അപ്പം എന്താണ് ബീറ്റാ വെർഷൻ? ബീറ്റാ വെർഷൻ എന്ന് പറയുന്നത് ഒരു ടെസ്റ്ററാണ്. വാട്സപ്പിൽ അവതരിപ്പിക്കുന്ന പുതിയ പുതിയ എല്ലാ ഫീച്ചേഴ്സും ആദ്യം ലഭിക്കുന്ന ഈ ഒരു ബീറ്റാ വെർഷനിലായിരിക്കും. അതിനുശേഷം മാത്രമേ നമ്മുടെ സാധാരണ വാട്സപ്പിൽ ഈ ഒരു അപ്ഡേറ്റ് ഒക്കെ ലഭിക്കത്തുള്ളൂ. ഓക്കെ, അപ്പം ഈ ഒരു അപ്ഡേറ്റ് ഒക്കെ ആദ്യം ബീറ്റാ വെർഷനിലോട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ബീറ്റാ വെർഷൻ ജോയിൻ ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് ഈ ഒരു അപ്ഡേറ്റ് ലഭിക്കുമ്പോൾ അവർക്കത് ടെസ്റ്റ് ചെയ്യാനും ആ ഒരു അപ്ഡേറ്റിൻ്റെ ഡ്രോബാക്ക് ഒക്കെ വാട്സപ്പിനെ അറിയിക്കാനും, എന്നിട്ട് ആ ഒരു പുതിയ ഫീച്ചറിൽ വന്ന ഡ്രോബാക്സ് ഒക്കെ പരിഹരിച്ചിട്ട് നമ്മുടെ സാധാ വാട്സപ്പിലോട്ട് ഈ ഒരു അപ്ഡേറ്റ് വാട്സപ്പിന് ഈസി ആയിട്ട് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ നമ്മുടെ വാട്സപ്പിൽ വരുന്ന പുതിയ ഫീച്ചേഴ്സ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടെസ്റ്ററാണ് ഈ ഒരു വാട്സപ്പിൻ്റെ ബീറ്റാ വെർഷൻ എന്ന് പറയുന്നത്. വാട്സപ്പിൻ്റെ മാത്രമല്ല, മിക്ക ആപ്ലിക്കേഷൻസിനും ബീറ്റാ വെർഷൻസ് ഉണ്ട്. യൂട്യൂബ് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, അങ്ങനെ മിക്ക ആപ്ലിക്കേഷനും ബീറ്റാ വെർഷൻ ഉണ്ട്. അത്തരത്തിലുള്ള ബീറ്റാ വെർഷൻ ജോയിൻ ചെയ്യാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ആപ്ലിക്കേഷനിലൊക്കെ വരുന്ന അപ്ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സപ്പിൻ്റെ ബീറ്റാ വെർഷനിൽ എങ്ങനെ ജോയിൻ ചെയ്യാം എന്നതാണ്. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. ഇവിടെ വാട്സപ്പ് ബീറ്റ ജോയിൻ എന്ന് സെർച്ച് ചെയ്യാം. ഇവിടെ വാട്സപ്പ് ബീറ്റ ജോയിൻ എന്ന് സെർച്ച് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ആദ്യം തന്നെ കാണുന്ന ഈ ഒരു ലിങ്ക് ഉണ്ടോ, ഗൂഗിൾ പ്ലേ എന്ന് പറയുന്ന ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലൊരു പേജിലോട്ട് പോകുന്നതായിരിക്കും. ഇവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്യാന്നുണ്ടെങ്കിൽ ബിക്കം എ ടെസ്റ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബീറ്റാ വെർഷൻ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് ഇത്തരത്തിലൊരു പേജ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വെൽക്കം ടു ടെസ്റ്റിംഗ് ദി പ്രോഗ്രാം എന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ബീറ്റാ വെർഷനിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് ഇവിടെ നിന്ന് ലീവ് ചെയ്യണമെങ്കിൽ താഴോട്ട് നോക്കുമ്പോൾ ലീവ് ദി പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബീറ്റാ വെർഷനിൽ നിന്ന് ലീവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ബീറ്റാ വെർഷനിൽ ജോയിൻ ചെയ്തോ എന്ന് നോക്കാം. അതിനായിട്ട് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇവിടെ വാട്സപ്പ് എന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, വാട്സപ്പ് എന്നത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. വാട്സപ്പ് മെസ്സഞ്ചർ ബീറ്റ എന്നതാ ഇവിടെ എഴുതി കാണിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഇവിടെ ഇന്ന് കണ്ടു മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നമ്മൾ ബീറ്റ വെർഷൻ ജോയിൻ ചെയ്തു എന്നത്. അപ്പോൾ ബീറ്റ വെർഷൻ അല്ല നിങ്ങൾ ജോയിൻ ചെയ്തതെങ്കിൽ ഇവിടെ ബീറ്റ എന്ന് കാണിക്കത്തില്ല, വാട്സപ്പ് മെസ്സഞ്ചർ എന്ന് മാത്രമേ കാണിക്കത്തുള്ളൂ. ബീറ്റ വെർഷൻ ആയതുകൊണ്ടാണ് ഇവിടെ ബീറ്റ എന്ന് എടുത്ത് കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ അപ്ഡേറ്റ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ നിന്ന് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ബീറ്റ വെർഷനിലായിരിക്കും മിക്ക അപ്ഡേറ്റും ആദ്യം വരുന്നത്. അപ്പോൾ ആ അപ്ഡേറ്റ് ഒക്കെ എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ബീറ്റ വെർഷനിലൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്തെന്ന് വെച്ചാൽ, നമുക്ക് ആദ്യം വരുന്ന അപ്ഡേറ്റ് ഒക്കെ ബീറ്റ വെർഷനിലായിരിക്കും കിട്ടുന്നത്. ആ അപ്ഡേറ്റ് ഒക്കെ നമുക്ക് കണ്ടു മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഈ ഒരു ബീറ്റ വെർഷൻ ജോയിൻ ചെയ്തുകൊണ്ടുള്ള ദോഷം എന്തെന്ന് വെച്ചാൽ, ബീറ്റ വെർഷനിൽ ആദ്യം വരുന്ന അപ്ഡേറ്റിലൊക്കെ ചിലപ്പോൾ ബഗ്സ് ഒക്കെ ഉണ്ടായിരിക്കും. ആ ബഗ്സ് ഒക്കെ ആദ്യം തന്നെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതായത് ചിലപ്പോൾ നമ്മുടെ വാട്സപ്പിൻ്റെ എന്തെങ്കിലുമൊക്കെ ഫീച്ചറൊക്കെ നഷ്ടപ്പെടുകയും നമുക്ക് വാട്സപ്പൊക്കെ ഉപയോഗിക്കാൻ പറ്റാത്തുള്ള അവസ്ഥ ചിലപ്പോൾ വന്നെന്നിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു ദോഷമുണ്ട്, അതുപോലെ ഗുണമുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് ബീറ്റ വെർഷനിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ ഇവിടെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് എന്നതിൽ ഹെൽപ്സ് എന്നത് നോക്കാമെന്നുണ്ടെങ്കിൽ ഇവിടെ ആപ്പ് ഇൻഫോ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് വെർഷനാണ് ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നതെന്നൊക്കെ നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. വാട്സപ്പ് ബീറ്റ ഇൻഫോ എന്ന് പറയുന്ന സൈറ്റുണ്ട്. ആ സൈറ്റിൽ ഇതുപോലെ അവർ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും പുതിയ വെർഷൻ ഏതാണെന്നും അതിനകത്ത് വരാൻ പോകുന്ന അപ്ഡേറ്റ് എന്തെന്നൊക്കെ നമുക്ക് ഇവിടെ നിന്നും നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് വാട്സപ്പിൻ്റെ ബീറ്റ വെർഷനിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നത്. വാട്സപ്പിൻ്റെ ബീറ്റ വെർഷനിൽ വരുന്ന പുതിയ അപ്ഡേറ്റ് ഒക്കെ നമുക്ക് നോക്കി മനസ്സിലാക്കാനെല്ലാം സാധിക്കുന്നത്. ഇപ്പം എൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ എന്ന് പറയുന്നത് 2.25.21 എന്നതാണ്. അപ്പോൾ അവിടെ അതിൻ്റെ ഒരു അപ്ഡേറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്ഡേറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം.
അപ്ഡേറ്റ് എന്ന് പറയുന്നത് കോൾ ഫോർ മെനു ഫോർ ചാറ്റ് ആൻഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതിപ്പോൾ റോളിംഗ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. ഇനി ഈ ചില അപ്ഡേറ്റ് ഒക്കെ ഒന്നും റോളിംഗ് ഔട്ട് ആയിട്ടുണ്ടായിരിക്കത്തില്ല. അത് ഇതുപോലെ ഡെവലപ്പിംഗ് സ്റ്റേജിലായിരിക്കും. അങ്ങനെയുള്ള അപ്ഡേറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ അവർ അത് മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ഡെവലപ്പിംഗ് സ്റ്റേജിലുള്ളതാണെങ്കിൽ ഡെവലപ്പിംഗ് സ്റ്റേജിലുള്ളതാണെന്നിങ്ങനെ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു അപ്ഡേറ്റ് അണ്ടർ ഡെവലപ്മെൻ്റ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ഇനി വരാൻ പോകുന്നതാണ്. അപ്പം വന്നിട്ടുള്ള അപ്ഡേറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ റോളിംഗ് ഔട്ട് എന്നിങ്ങനെ എഴുതി കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നമുക്ക് പുതിയ പുതിയ അപ്ഡേറ്റുകളൊക്കെ ഏതെന്ന് കണ്ടു മനസ്സിലാക്കാനെല്ലാം സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കും ബീറ്റ വെർഷൻ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക. അതുപോലെ നമ്മുടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ.